മധുവിധു ആഘോഷത്തിനിടെ നവവരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. ഭർത്താവിനെ കാമുകനും സംഘവും ചേർന്ന് കൊലപ്പെടുത്തുന്നത് ഭാര്യ കണ്ടുനിന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കൊലപാതകം ആസൂത്രണം ചെയ്തതും യുവതി തന്നെയാണെന്നും പോലീസ് പറയുന്നു. ഇൻഡോറിലെ ബിസിനസ്സുകാരനായ രാജ രഘുവംശിയെ അത്യന്തം ക്രൂരമായാണ് ഭാര്യ സോനം രാജ കൊലപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. കേസിലെ മുഖ്യപ്രതിയാണ് കൊല്ലപ്പെട്ട രാജ രഘുവംശിയുടെ ഭാര്യ സോനം. ഇവരുടെ കാമുകൻ രാജ് കുശ്വാഹയുമായി ചേർന്നാണ് യുവതി കൊലപാതകം ആസൂത്രണം ചെയ്തത്. രാജ രഘുവംശിയെ കൊല്ലുന്നത് സോനം കണ്ടുനിന്നു. കൊലപാതക ശേഷം രാജയുടെ സമൂഹ മാധ്യമങ്ങൾ യുവതി ഉപയോഗിച്ചെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. രാജ് കുശ്വാഹയുമായി സോനത്തിനുള്ള ബന്ധം വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകളും പോലീസിന് ലഭിച്ചു. വിവാഹം കഴിഞ്ഞതു മുതൽ രാജ രഘുവംശിയെ ഒഴിവാക്കാൻ സോനം ആലോചിച്ചിരുന്നു. ഇക്കാര്യം കാമുകൻ രാജ് കുശ്വാഹയോട് പറയുകയും ചെയ്തു. ഇരുവരും ചേർന്നാണ് ഷില്ലോങ്ങിലെത്തിച്ച് കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടത്. സോനവും കാമുകനും ഒരുമിച്ചാണ് ഷില്ലോങ്ങിലെത്തിയത്. പിന്നീട് ഭർത്താവുമൊത്ത് പോകുന്ന സ്ഥലങ്ങളുടെ വിവരങ്ങൾ അപ്പോൾ കൈമാറി. സാഹചര്യം ഒത്തുവന്നപ്പോൾ കൊലപ്പെടുത്തി. പല വഴിക്ക് പിരിഞ്ഞ പ്രതികൾ 11 കിലോമീറ്റർ അകലെ വെച്ച് വീണ്ടും കണ്ടുമുട്ടി. തുടർന്ന് സോനം ഒളിവിൽ പോകുകയും രാജ് കുശ്വാഹയും വാടക കൊലയാളികളും നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തത് സോനമാണെന്നാണ് കാമുകൻ പോലീസിന് നൽകിയ മൊഴി. ഭർത്താവിനെ കൊല്ലണമെന്ന് മാത്രമല്ല, എങ്ങനെ കൊലപാതകം മൂടിവെക്കണമെന്നുള്ള ആശയം കൂടി സോനം നൽകി. കൊലപാതക സമയത്തെ എല്ലാ സാധ്യതകളെക്കുറിച്ചും സോനം കാമുകനോട് വിശദമാക്കിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. നിർണായക വിവരങ്ങൾ ഒളിപ്പിച്ച ശേഷമാണ് സോനം കീഴടങ്ങിയതെന്ന് രാജ രഘുവംശിയുടെ സഹോദരൻ വിപിൻ രഘുവംശി കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. സോനത്തിന്റെ പ്രണയബന്ധത്തെക്കുറിച്ച് കുടുംബത്തിന് അറിവുണ്ടായിരുന്നുവെന്നും സഹോദരനോട് മറച്ചുവെച്ചുവെന്നാണ് വിപിൻ ആരോപിച്ചത്. ഇൻഡോറിൽ നിന്ന് 3 ബാല്യകാല സുഹൃത്തുക്കളാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് വിശദമാക്കുന്നത്. ആകാശ് രാജ്പുത്, വിശാൽ സിംഗ് ചൗഹാൻ, ആനന്ദ് കുമി എന്നിവരെയാണ് സോനത്തിന്റെ കാമുകൻ മേഘാലയയിലേക്ക് അയച്ചതെന്നാണ് പോലീസ് വിശദമാക്കുന്നത്. നിലവിൽ 4 പേരും പോലീസ് കസ്റ്റഡിയിലാണ്. സോനത്തിന്റെ വിവാഹേതര ബന്ധമാണ് ഭർത്താവായ രാജ രഘുവംശിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ്. കേസിലെ സമ്മർദ്ദം അതിജീവിക്കാനാവാതെയാണ് സോനം കീഴടങ്ങിയതെന്നും നിലവിൽ സോനം ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്നുമാണ് പോലീസ് വിശദമാക്കുന്നത്. 20 ലക്ഷം രൂപയ്ക്കാണ് സോനം കൊലപാതകത്തിന് കൊട്ടേഷൻ നൽകിയത്. കൊലയ്ക്ക് ശേഷം സോനം ഷില്ലോങ്ങിലേക്ക് ടാക്സിയിലാണ് പോയത്. ഷില്ലോങ്ങിൽ നിന്ന് ഗുവേത്തിയിലേക്ക് പോയത് ടൂറിസ്റ്റ് ടാക്സിയിൽ. പിന്നീട് ട്രെയിൻ മാർഗം മധ്യപ്രദേശിലെ ഇൻഡോറിലേക്കും പോയി. കൊലയാളികളും ഇൻഡോറിലേക്കാണ് പോയത്. പിടിയിലായ കൊലയാളികൾ വാടകയ്ക്ക് എടുത്തവരെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ പിടിയിലായവർ സോനയുടെ സുഹൃത്ത് രാജ് കുശ്വാഹയുടെ സുഹൃത്തുക്കളാണെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. കൊലപാതക ദിവസം കൊലയാളികളിൽ 2 പേർ സോനത്തിനൊപ്പം ഉണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു. വിവാഹശേഷം മെയ് 20-ന് ഹണിമൂണിനായി പോയി. 24 മുതലാണ് ഇരുവരെയും കാണാതായത്. തുടർന്ന് ഇരുവരെയും കാണാതായതിനെ തുടർന്ന് പരാതി നൽകിയിരുന്നു. പിന്നീട് 10 ദിവസത്തിന് ശേഷം ജൂൺ 2-ന് രാജ രഘുവംശിയുടെ മൃതദേഹം ചിറാപൂഞ്ചിയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ഭാര്യ സോനത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സംഭവത്തിന് ശേഷം സോനത്തെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് ഗാസിപൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഭാര്യ സോനം കീഴടങ്ങിയത്. പിന്നാലെയാണ് കൊലപാതക വിവരങ്ങൾ പോലീസിനോട് വെളിപ്പെടുത്തിയത്.